കുറെ ആളുകൾ പറയും കേൾക്കാൻ ഒരാളുള്ളത് ഭാഗ്യമാണ് ഭാഗ്യമാണെന്ന്. ആക്ച്വലി ദാറ്റ്സ് ട്രൂ. കേൾക്കാൻ ഒരാളുള്ളത് ഭാഗ്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ മനോഹരമായ ചില ആളുകളുണ്ട്. അതായത് 10 പേര് നമ്മളെ കേൾക്കാൻ തയ്യാറാകുമെങ്കിൽ ഈ 10 പേർക്കും നമ്മളെ മനസ്സിലാകണമെന്നില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഭാഗ്യം മാത്രമല്ല, അവരൊരു അനുഗ്രഹം കൂടാണ് നമുക്ക്. അങ്ങനെയുള്ള ആളുകൾ ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. സോ അങ്ങനെ ഒരാള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ വേസ്റ്റ് ആക്കരുത്, അവരെ ഒഴിവാക്കരുത്, ചതിക്കരുത്. കാരണം റയറാണ്. ഈ ലോകത്ത് ഏറ്റവും റയറായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് ജെന്യൂനായി നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില മനുഷ്യർ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര പേരെ കാണുന്നുണ്ട്, എത്ര പേരോട് നിങ്ങൾ കമ്പനി ആകുന്നുണ്ട്, ഇതിൽ എത്ര പേരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ആ ഷെയർ ചെയ്യുന്നവരിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് നിങ്ങളെ കേൾക്കുന്നുണ്ട്, ഈ കേൾക്കുന്നവരിൽ എത്ര പേര് നിങ്ങളെ അടിയുറച്ച് മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മളെ കേൾക്കുന്ന 10 പേരിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും നമ്മളെ ഒന്ന് മനസ്സിലാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ സിറ്റുവേഷൻ മേ ബി അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഓക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആൻഡ് ആക്ച്വലി ദാറ്റ്സ് എ ട്രൂ ഗ്രേറ്റ് തിങ്. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊരിക്കലും മോശമാണെന്നില്ല കേൾക്കാൻ ഒരാളുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും അവനവന്റെ ലൈഫ് ബിൽഡ് ചെയ്യാനും സ്വപ്നങ്ങൾക്ക് പുറകെ ഓടുമ്പോഴും പല ആളുകളും കൂടെ ഉണ്ട് എന്ന് ചതിച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഈ ലോകത്ത് ഒരാൾ നമ്മളെ കേൾക്കുന്നത് വലിയ കാര്യമാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് തിങ്. വലിയ കാര്യമാണ്, വലിയ ഭാഗ്യമാണ്. പക്ഷെ ആ കേൾക്കുന്നവരിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതായത് ഓക്കെ, ഒരാൾ നമ്മളെ കേൾക്കാൻ തയ്യാറായി, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല. അയാള് എന്താ പറയാ, നമ്മൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. വേറൊരു തരത്തിലാണെങ്കിൽ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നും വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. കാരണം അത് പറഞ്ഞതാവും ചിലപ്പോൾ നമ്മുടെ വലിയ പ്രശ്നമായിട്ട് മാറാം. ലൈക്ക് ഇത് എല്ലാവരുടെ കേസിലും എല്ലാം പറയുന്നത്, ബട്ട് മെജോറിറ്റി ആളുകൾക്കും ഇങ്ങനത്തെ ഒരു തോട്ട് വരും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാവരും ആ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് പിന്നീട് തോന്നും വേണ്ടായിരുന്നു. ഒരു റിഗ്രറ്റ് വരും, ഉള്ളിൽ ഇങ്ങനെ വലിച്ചു കീറും നമ്മളെ. അങ്ങനെ തോന്നുന്ന സമയവും സന്ദർഭവും നമ്മുടെ ലൈഫിലുണ്ടാവും. അതേ സ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണോ അത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന്, നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് വേണമെങ്കിൽ അത് നമുക്ക് കാണിച്ചു തന്ന് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കോൺഫിഡൻസ് തരുന്ന കുറച്ച് പേരുണ്ട് ഈ ദുനിയാവിൽ. വളരെ വളരെ ചുരുക്കം ചില മനുഷ്യർ. അങ്ങനെയുള്ള ആളുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ലൈഫിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചില മനുഷ്യർ. അത് മനസ്സ് തട്ടിയാ പറയാം. ചില ആളുകളോട് പറഞ്ഞതിന് ശേഷം പറയണ്ടായിരുന്നു എന്ന് തോന്നിയതുപോലെ ചില ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തേ ഞാൻ ഇവരെ മുന്നേ കണ്ടില്ല, എന്തേ ഞാൻ ഇവരെ കണ്ടുമുട്ടാൻ ഇത്ര വൈകിപ്പോയെന്ന്. അങ്ങനെ ചില ആളുകള് നമ്മളിൽ കുറെ ആളുകളുടെ ലൈഫിലൊക്കെ വന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ പഠിച്ചോ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അവരോടുള്ള നിങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ, ചതിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആളുകളെ ചതിക്കരുത്. അറിഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കരുത്. കാരണം പടച്ചോൻ കൊണ്ടു തരാണ്, കയ്യിലേക്ക് വെച്ച് തരുന്ന കുറച്ച് ആളുകളാണ്. അത് കയ്യിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലാണ്ട് ആ കയ്യിൽ വെച്ച ആളുകളെ മനഃപൂർവ്വം ഇങ്ങനെ തട്ടി താഴെടാൻ നിൽക്കരുത്. അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം പിന്നീട് നമുക്ക് അതുപോലെ ഒരാളെ പടച്ചോൻ കൊണ്ട് തരണമെന്നില്ല. കാരണം ചിലപ്പോൾ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ തന്നിട്ടുണ്ടാവും. ലൈക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരാളൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുതെന്ന്. പക്ഷെ എങ്കിൽ പോലും ലൈഫിൽ ചില ആളുകൾക്ക് കിട്ടുന്നൊരു അനുഗ്രഹമാണ്. ഒരാളെ കൊടുക്കും, ഒരു ഹ്യൂമൻ മെഡിസിൻ എന്ന് പറയുന്ന ഒരാളെ നൽകും. ആ നൽകുന്ന ആളെ വെച്ചിട്ട് പിന്നെ കളിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ചതിക്കുക, അവരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുക, അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക, തകർക്കുക, അങ്ങനത്തെ ദയവ് ചെയ്ത് നിൽക്കരുത്. കാരണം പിന്നീട് നിങ്ങൾ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അയാളെയോ അയാളെ പോലെയുള്ള ഒരാളെയോ
കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കേൾക്കാനുള്ള ആളുകളെ എല്ലാവരെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, വാല്യൂ ചെയ്യണം. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക, കൂടെ നിർത്തുക, ചതിക്കരുത്. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും പറയാനുള്ളത്, ഞാൻ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും പറഞ്ഞ് കേട്ടത് കൊണ്ടാണ്. ദയവ് ചെയ്ത് അവരെ ചതിക്കരുത്, അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ നിൽക്കരുത്. പിന്നീട് നിങ്ങൾക്ക് വരുന്ന റിഗ്രറ്റ് ഉണ്ടല്ലോ, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് പോകും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ആൻഡ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു ലൈൻ ഉണ്ട്, ദേ ആർ ഹ്യൂമൻ മെഡിസിൻ. അവരാണ് മനുഷ്യ മരുന്നുകൾ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ എന്ത് മാജിക് ആണുള്ളത്, അവരുടെ വാക്കുകളിൽ എന്ത് മാജിക് ആണുള്ളത് എന്നൊന്നും ചിലപ്പോൾ പറഞ്ഞു തരാൻ ആർക്കും പറ്റണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിലെ വേദന ഒരാളോട് പറയുമ്പോൾ ആ വേദന അയാൾക്ക് മനസ്സിലാകാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ എന്താ അനുഭവിക്കുന്നത്, നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, ഏത് സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ഇതൊരാൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീർക്കും. സോ അവരൊന്നും തിരിച്ചു പറയാതെ കാര്യങ്ങൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മളെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു തരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റേജ് എത്രത്തോളം കാം ആൻഡ് കൂളായി തുടങ്ങും. ജസ്റ്റ് ഇമാജിൻ. ഇനി നിങ്ങൾ പറ, അങ്ങനെയുള്ള ഒരാളെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാനോ ചതിക്കാനോ നിങ്ങൾക്ക് തോന്നില്ല. അങ്ങനെ തോന്നാൻ പാടില്ല. ഓക്കെ.